ട്രിപ്പിൾ ട്രീ മോൺസ്റ്റർ എന്നത് ഇന്റർനെറ്റിലെ ഒരു ഹൊറർ കഥകളുടെ പ്രശസ്തമായ സാങ്കല്പിക പ്രേത കഥയാണ്. ഒരു ഇരുണ്ട തുരങ്കത്തിനുള്ളിൽ വസിക്കുന്ന ഭീകര രൂപത്തെ പറ്റിയാണ് ഈ കഥ പറയുന്നത്. ഈ കഥ നടക്കുന്നത് വിജനമായ ഒരു റെയിൽവേ തുരങ്കത്തിലോ അല്ലെങ്കിൽ കാടിനുള്ളിലെ പഴയ ഗുഹയിലോ ആണ്. തുരങ്കത്തിന്റെ പ്രവേശന കവാടത്തിൽ പരസ്പരം പിണഞ്ഞു നിൽക്കുന്ന 3 ഇണങ്ങിയ മരങ്ങൾ ഉള്ളതിനാലാണ് ഇതിന് ട്രിപ്പിൾ ട്രീ എന്ന് പേര് വന്നത്. ഈ മരങ്ങൾ കടന്നാൽ പിന്നെ ആ ജീവിയുടെ അതിർത്തിയിലായി എന്നാണ് വിശ്വാസം. കഥകളിൽ ഈ ജീവിയെ കൃത്യമായി ആരും കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിവുകൾ പ്രകാരം നിലത്ത് മുട്ടി നിൽക്കുന്ന അത്രയും നീളമുള്ള മെലിഞ്ഞ കൈകൾ തുരങ്കത്തിലെ കല്ലുകളുടെയോ അല്ലെങ്കിൽ മരത്തിൻ്റെയോ നിറത്തിലേക്ക് മാറാൻ ഇതിന് കഴിയും. ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങളും നിൽക്കുന്നുണ്ട്. ഈ ജീവിക്ക് മുകളിൽ 3 തിളങ്ങുന്ന കണ്ണുകൾ ഉണ്ടെന്ന് കഥകൾ പറയുന്നുണ്ട്. ഈ തുരങ്കത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അന്തരീക്ഷം പെട്ടെന്ന് തണുക്കുന്നതായി അനുഭവപ്പെടും. പുറത്തെ ശബ്ദങ്ങളൊന്നും ഉള്ളിലേക്ക് കേൾക്കില്ല. പകരം തുരങ്കത്തിന്റെ ഭിത്തിയിൽ നിന്ന് എപ്പോഴും വെള്ളം ഇറ്റ് വീഴുന്ന ശബ്ദവും അതിനൊപ്പം ആരോ ശ്വാസം വിടുന്നത് പോലുള്ള നേർത്ത ശബ്ദവും കേൾക്കാം. കഥകൾ പ്രകാരം തുരങ്കത്തിന് മുന്നിലുള്ള ആ 3 മരങ്ങൾ സാധാരണ മരങ്ങളല്ല. പണ്ട് തുരങ്കത്തിൽ അപകടത്തിൽപ്പെട്ട 3 പേരുടെ ആത്മാക്കൾ ആ മരത്തിൽ കുടികൊള്ളുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഈ രാക്ഷസൻ വെറുതെ ആക്രമിക്കുകയല്ല ചെയ്യുന്നത്, പകരം അത് നിങ്ങളെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിഴലുകളുടെ കളി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ടോർച്ച് വെളിച്ചത്തിൽ സ്വന്തം നിഴലിന് പുറമെ മറ്റൊരു നിഴൽ കൂടി ഭിത്തിയിൽ നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. പക്ഷേ തിരിഞ്ഞു നോക്കിയാൽ അവിടെ ആരും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ആരുടെയെങ്കിലും ശബ്ദങ്ങൾ അത് നിങ്ങളിൽ കേൾപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാകും. ആ പേടിയിൽ നിങ്ങൾ പെട്ടെന്ന് അവിടുന്ന് ഓടുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അലറി വിളിക്കുകയോ ചെയ്യുമ്പോൾ ഏതോ ഒരു കൈ നിങ്ങളെ വന്ന് പിടിക്കുന്നത് പോലെ തോന്നിപ്പിക്കുമെന്നും കഥകൾ പറയുന്നുണ്ട്. ആരുമില്ലാത്ത തുരങ്കത്തിൽ വെച്ച് നിങ്ങളുടെ തോളിൽ ആരോ തട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ തണുത്ത ഒരു കൈ നിങ്ങളുടെ കഴുത്തിൽ പിന്നിൽ സ്പർശിക്കുകയോ അനുഭവപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അലറി വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വന്ന് മുഖം പൊത്തും എന്നും ചിലർ പറയുന്നതായി അവകാശപ്പെടുന്നു. ഐതിഹ്യമനുസരിച്ച് തുരങ്കത്തിന്റെ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കുള്ള വഴി ആർക്കും അറിയത്തില്ല. അത് കാണാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. നിങ്ങൾ എത്ര വേഗത്തിൽ ഓടിയാലും തുരങ്കം നീങ്ങുന്നതായി തോന്നും. ആ സമയം ട്രിപ്പിൾ ട്രീ മോൺസ്റ്റർ നിങ്ങളുടെ തൊട്ടു പിന്നിൽ നിൽക്കുന്നുണ്ടാകും. ഈ തുരങ്കത്തിൽ നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടവർ പറയുന്നത് ഈ ജീവിക്ക് മുഖമില്ല എന്നാണ്. കരിനിഴൽ പോലെ തോന്നിക്കുന്ന അതിന്റെ രൂപത്തിന് 3 കൈകൾ ഉണ്ടെന്നും അത് ഇരകളെ തുരങ്കത്തിന്റെ മുകളിലെ ഭിത്തിയിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെന്നും കഥകൾ പറയുന്നു. ഇതെല്ലാം ഭാവനയിൽ വിരിഞ്ഞ കഥകളാണെങ്കിലും ഇത്തരം പഴയ തുരങ്കങ്ങളിൽ പോകുന്നത് അപകടകരമാണ്. പ്രാണവായുവിന്റെ കുറവോ അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയോ അവിടെ ഉണ്ടായേക്കാം. യഥാർത്ഥത്തിൽ ഇതൊരു നാടോടി കഥയോ ഇന്റർനെറ്റിൽ പ്രവചിക്കുന്ന ഒരു മിത്തോ മാത്രമാണ്. പഴയ തുരങ്കങ്ങളിലോ വിജനമായ സ്ഥലങ്ങളിലോ പോകാതിരിക്കാൻ വേണ്ടി പഴയ ആൾക്കാരുണ്ടാക്കിയ കെട്ടുകഥകൾ മാത്രമാണിത്. ഇരുട്ടുള്ള സ്ഥലങ്ങളോടുള്ള ഭയവും അടച്ചിട്ട സ്ഥലങ്ങളോടുള്ള പേടിയും ആണ് ഇത്തരം കഥകൾ പ്രചരിക്കാൻ കാരണം. ഇതുപോലുള്ള മനോഹരമായ കഥകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.